കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച് കവയിത്രി സുഗതകുമാരി. കോൺഗ്രസുകാർ ഗാന്ധിജിയെ മറന്നിരിക്കുന്നുവെന്നും മദ്യത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നതിൽ സംശയിക്കുന്നെന്നും സുഗതകുമാരി തുറന്നടിച്ചു. കെപിസിസി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച മദ്യത്തിനെതിരെയുള്ള ജനസദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുഗതകുമാരി. കോൺഗ്രസുകാർ ഗാന്ധിജിയെ ചുമരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്നും സുഗതകുമാരി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കോൺഗ്രസ് കെപിസിസി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ജനസദസ്സിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കവയത്രി സുഗതകുമാരി കോൺഗ്രസുകാരെ രൂക്ഷമായി വിമർശിച്ചത്. ചടങ്ങിൽ ഈശ്വര പ്രാർത്ഥന ചൊല്ലാത്തതിലെ അനിഷ്ടവും സുഗതകുമാരി രേഖപ്പെടുത്തി. നിങ്ങൾക്ക് എന്താണ് ഈ മൗന പ്രാർത്ഥന? കോൺഗ്രസിന് 4 വരി പ്രാർത്ഥന ഇല്ലേ? പണ്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ ചോരയിൽ മുക്കി കൊന്നുകൊണ്ടിരുന്ന കാലത്ത് വന്ദേ മാതരം എന്ന് വിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി നിർഭയരായി കഴുകുമരത്തിലേക്ക് കയറിയ രക്തസാക്ഷികളുണ്ടായിരുന്നു. വന്ദേ മാതരം ആരുടെയും സ്വന്തം വകയല്ല, ഈ രാജ്യത്തിൻ്റെതാണ്. ആദ്യത്തെ ഒരു 6 വരിയെങ്കിലും നിങ്ങൾക്കെടുത്ത് ചൊല്ലാൻ ഈ കോൺഗ്രസ് ഉപേക്ഷിക്കരുത്. കോൺഗ്രസുകാർ ഗാന്ധിജിയെ ചുമരിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നും അവർ തുറന്നടിച്ചു. നിങ്ങൾക്ക് കോൺഗ്രസിനുണ്ടായ വീഴ്ച, ഏറ്റവും വലിയ ദൗർബല്യം മഹാത്മാഗാന്ധി എന്നയാളെ ഹൃദയത്തിൽ നിന്ന് മാറ്റി എവിടെയോ ചുവരിലേക്ക് ഇരുത്തി എന്നുള്ളതാണ്. അന്ന് തുടങ്ങിയ ക്ഷീണമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ശ്രമിച്ച് പുനഃപ്രതിഷ്ഠാകർമ്മം നടത്താത്തിടത്തോളം കാലം ഈ ദൗർബല്യം തുടരുകയും ചെയ്യും. ഗാന്ധിജിയെ മറന്ന് കോൺഗ്രസുകാർ നടത്തുന്ന സമരങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും സുഗതകുമാരി പറഞ്ഞു. എന്നാൽ സുഗതകുമാരി പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായോ അനുകൂലിച്ചോ ചടങ്ങിൽ പങ്കെടുത്ത കെപിസിസി പ്രസിഡന്റ് എം ഹസനോ ഡിസിസി പ്രസിഡന്റ് നെയ്യാറ്റിങ്കര സനലോ ഉൾപ്പെടെയുള്ളവർ യാതൊന്നും പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.